വളരെ സിമ്പിൾ ആയിട്ട് പ്രീമിയം സെഗ്മെന്റിൽ യാതൊരു വിധത്തിലുള്ള ഫീസും ഇല്ലാതെ ഒരു ക്രെഡിറ്റ് കാർഡ്, അതും HDFCയുടെ ക്രെഡിറ്റ് കാർഡുകൾ സ്വന്തമാക്കിയാലോ. ഈ ഒരു കാർഡുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ കാർഡുകൾ എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വാട്സ്ആപ്പ് ഗീസ് ബോക്സ് നാസിമാണ്. ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് HDFC എന്ന് പറയുന്ന ബാങ്ക് 6 കാർഡുകൾ, പ്രീമിയം സെഗ്മെന്റിലുള്ള 6 കാർഡുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നൽകുകയാണ്. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. ജാനുവരി 16-ാം തീയതി വരെയാണ് ഈ ഒരു കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞ HDFC ബാങ്കിന്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള കാർഡുകൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഈ ഒരു കാർഡുകൾ കൊണ്ട് നമുക്ക് ഉള്ളത്, ഏതൊക്കെ റിവാർഡ് പോയിന്റ് കിട്ടും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. HDFC ബാങ്കിന്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ പോകുന്ന 6 കാർഡുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കി കഴിയുകയാണെങ്കിൽ ടാറ്റ നിയോ പ്ലസ് വരുന്നുണ്ട്, ടാറ്റ നിയോ ഇൻഫിനിറ്റി വരുന്നുണ്ട്. ടാറ്റ നിയോ പ്ലസ് എന്ന് പറയുന്ന ഒരു ബേസ് വേരിയന്റ് കാർഡാണ്. ടാറ്റ നിയോ ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രീമിയം സെഗ്മെന്റിലുള്ള കാർഡ്. ഒരുപാട് ഓഫറുകൾ നമുക്ക് ഈ ഒരു ടാറ്റ നിയോ കാർഡ്സിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മില്ലേനിയ കാർഡ് കിട്ടുന്നുണ്ട്, ബിസ്ഗ്രോ എന്ന് പറയുന്ന കാർഡ് വരുന്നുണ്ട്, ഫ്രീഡം കാർഡ് വരുന്നുണ്ട്, സ്വിഗ്ഗി കാർഡ് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാർഡ് നമുക്ക് പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. HDFC ടാറ്റ നിയോ എന്ന് പറയുന്ന കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒരുപാടാണ്. റിവാർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നിയോ കോയിൻസ്, ഓരോ പർച്ചേസിൽ നമുക്ക് നിയോ കോയിൻസ് കിട്ടുന്നുണ്ട്. ഈ ഒരു നിയോ കോയിൻസ് എന്ന് പറയുന്നത് ₹1 മൂല്യമുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1000 നിയോ കോയിൻസ് നമുക്ക് പർച്ചേസിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടാറ്റ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ 10% നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി, ബിൽ പേയ്മെന്റ്സ്, അതേപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ 5% വരെയും. ഈ ഒരു നിയോ കാർഡ്സ് വെച്ച് ടാറ്റയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലാതെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താലും അപ് ടു 2% നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓർക്കുക, ഒരു നിയോ കോയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ₹1 വില വരുന്നത്. 10,000 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ മില്ലേനിയ കാർഡ്, ഡൈനേഴ്സ് മില്ലേനിയ കാർഡും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ₹1, ഒരു പോയിന്റ് എന്ന് പറയുന്നത് ₹1 മൂല്യമുള്ളതാണ്. ഈ ഒരു പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മില്ലേനിയ കാർഡ്സിന്റെ ഒക്കെ ബിൽ പേയ്മെന്റ് നടത്താൻ പറ്റും. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബില്ല് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് സ്ക്രീനിലൂടെ നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ജാനുവരി 16 വരെയാണ് ഇപ്പോൾ പ്രീമിയം സെഗ്മെന്റിലുള്ള കാർഡ് വരെ HDFC ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാൻ പോകുന്നത്. നിലവിൽ ഏതൊക്കെ കാർഡാണ് കൊടുക്കുന്നതെന്ന് നമുക്കിവിടെ ഇവര് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർഡ് ഏതാണോ, പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാർഡ് ഏതാണ്, ആ ഒരു കാർഡ് നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ആക്കുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ HDFCയുടെ ഒഫീഷ്യൽ ലിങ്കിലേക്കായിരിക്കും പോകുന്നത്, ബാങ്കിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ആദ്യം കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ പാൻ കാർഡ് നമ്പറോ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. OTP നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്നുണ്ടായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വ്യൂ ബെസ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ അതേപോലെ തന്നെ കൊടുക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു അതേഴ്സ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, സെൽഫ് എംപ്ലോയ്ഡ് ആണ് അത്തരത്തിൽ കൊടുക്കുക. അത്തരത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് HDFC ബാങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സാലറീഡ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ആയിട്ട് ആ ഒരു കമ്പനിയുടെ നെയിം വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഈ ഒരു അതേഴ്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കമ്പനി നെയിം എന്താണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ, ആധാർ ബേസിലുള്ള അഡ്രസ്സ് ആണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് പ്രോപ്പറായിട്ട് എന്താണോ ചോദിക്കുന്നത് ആ ഒരു അഡ്രസ്സ് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുക. ആധാർ കാർഡിലെ അഡ്രസ്സും നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ പ്രോപ്പറായിട്ടുള്ളത് അത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. ആധാർ അഡ്രസ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം താഴേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് അടുത്തതായിട്ട് ചോദിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. അവിടെ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക. ഇവിടെയാണ് നിങ്ങൾക്ക് കാർഡ് ഏതാണ് അപ്രൂവ് ആയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. ഇതിനുവേണ്ടി കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാർഡ് ഏതാണ് അപ്രൂവ് ആയതെന്ന് അറിയാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള കാർഡുകൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക്
ചൂസ് ചെയ്യാം. ഏത് കാർഡാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഒരു കാർഡ് ചൂസ് ചെയ്തതിന് ശേഷം താഴേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട്. ആ ഒരു ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സ് ഏതാണോ ആ ഒരു അഡ്രസ്സ് നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക, കാർഡ് വരാനുള്ളത്. അതിനുശേഷം നിങ്ങളുടെ മന്ത്ലി സാലറി ചോദിക്കുന്നുണ്ട്. അതേപോലെ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 6 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. മന്ത്ലി സാലറി ആണ് നോക്കിക്കുന്നെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഫാദർ നെയിം, മദർ നെയിം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷമുള്ള ആ ഒരു ഓപ്ഷൻ ബാങ്ക് എംപ്ലോയീസിന് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതേപോലെ തന്നെ കിടക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മളോട് വീഡിയോ KYC ആണ് ചോദിക്കുന്നത്. വീഡിയോ KYC ചെയ്യാനാണ് ചോദിക്കുന്നത്. ഈ ഒരു വീഡിയോ KYC ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ പാൻ കാർഡ്, ഒറിജിനൽ ആധാർ കാർഡ്, ഒരു വൈറ്റ് പേപ്പർ, ഒരു പേന, ഇത്രയും കാര്യങ്ങൾ വേണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻ, നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷൻ വേണം. ഇടയ്ക്ക് ഡ്രോപ്പ് ആകരുത്. അതേപോലെ തന്നെ മറ്റൊരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. ഇത്രയും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് അടുത്തായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ്. ഈ ഒരു ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പറിൽ OTP വരും. ഈ ഒരു OTP നിങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ KYC എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം താഴെ കണ്ടിന്യൂ എന്നുള്ള ഗ്രീൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഒരു ബോക്സ് വരും. ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ വരുന്നുണ്ടായിരിക്കും. ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അടുത്തതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷനിൽ സബ്മിറ്റ് ടു KYC എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ സ്റ്റാർട്ട് വീഡിയോ KYC നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഭാഷ സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് ഭാഷയാണോ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് ആ ഒരു ഭാഷ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് വീഡിയോ KYC കൊടുക്കുക. സ്റ്റാർട്ട് വീഡിയോ KYC കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല നെറ്റ്വർക്ക് ഉള്ള, ഡാറ്റ സ്പീഡ് ഉള്ള സ്ഥലത്ത് വെച്ചായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു വൈറ്റ് പേപ്പർ, പെൻ, ഇത്രയും കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരാളെ ഈ ഒരു വീഡിയോ KYCയിൽ ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മാത്രമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുക. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വെരിഫിക്കേഷൻ ഒന്നും കൂടി അവർ ചോദിക്കുന്നത് കാണത്തുള്ളൂ. വീഡിയോ KYC കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാർഡ് അപ്രൂവ് ആകുകയും ഏകദേശം 1 വീക്കിനുള്ളിൽ ഏറ്റവും അടുത്ത കൊറിയർ സെന്ററിൽ ഈ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നതുമാണ്. എങ്ങനെയാണ് HDFCയുടെ ഈ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള കാർഡുകളെ ലൈഫ് ലോങ് ആയിട്ട് യാതൊരുവിധ തരത്തിലുള്ള ഫീസ് ഈടാക്കാതെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിലോ ആർക്കെങ്കിലും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുത്തേക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.